പത്തനംതിട്ട മൂഴിയാർ സ്കൂളിലെ കുട്ടികൾക്ക് ഗ്രാന്റ് ലഭിക്കാത്ത സംഭവത്തിൽ അടിയന്തര യോഗം വിളിച്ച് കോന്നി എംഎൽഎ കെ യു ജനീഷ് കുമാർ, ട്രൈബൽ വകുപ്പ് ജില്ലാ ഭരണകൂടം, ബാങ്ക് കൺസോർഷ്യം എന്നിവരുടെ യോഗമാണ് ചേരുന്നത്. വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന് എംഎൽഎ അറിയിച്ചു. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് എംഎൽഎയും വിഷയത്തിൽ ഇടപെടുന്നത്. ശ്രീരാജ് ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, ഈ കുട്ടികൾക്ക് മതിയായ രേഖകളില്ലാത്തതായിരുന്നു ഗ്രാന്റ് ലഭിക്കുന്നതിനൊരു തടസ്സം നിന്നിരുന്നത്. ഇപ്പോൾ എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? അഖില, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കോന്നി എംഎൽഎ കെ യു ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുക. ആ യോഗത്തിൽ ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ ട്രൈബൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ബാങ്ക് കൺസോർഷ്യത്തിന്റെ പ്രതിനിധികൾ ചേർന്നായിരിക്കും ഇത്തരത്തിൽ യോഗം ചേരുക. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് എന്ന ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും 25 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ മൂഴിയാർ സ്കൂളിലെ SC/ST ഗ്രാന്റ് ലഭിക്കാതെയുള്ളത്. അതിൽ ഈ ബാങ്ക് ത്രൂ ആക്കിയതിനു ശേഷം ഈ ഗ്രാന്റ് തുക ബാങ്ക് നൽകിയതിനു ശേഷം ഇതുവരെയും അവർക്ക് കിട്ടിയിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ മതിയായ രേഖകൾ അവർക്കുണ്ടായിരുന്നില്ല. ജനന സർട്ടിഫിക്കറ്റോ ആധാർ സർട്ടിഫിക്കറ്റോ പോലും അവർക്കുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തര യോഗം എംഎൽഎ വിളിച്ചു ചേർത്തിരിക്കുന്നു. അവിടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ട്രൈബൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ പ്രതിനിധികളും ബാങ്ക് കൺസോർഷ്യം, ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനാണ് ബുദ്ധിമുട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികളും ചേർന്നാണ് ഈ യോഗം ചേരുക. യോഗത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നാണ് എന്തായാലും എംഎൽഎ അറിയിച്ചിട്ടുള്ളത്. അഖില, ശരി, ശ്രീരാജാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.